നമസ്കാരം. ഓരോ വേദികളിലും ക്ഷണിക്കപ്പെടാൻ അർഹതയുള്ളവരുണ്ട്. അവരെ മാത്രമേ അത്തരം വേദികളിൽ ക്ഷണിക്കാവൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചതുപോലെയാകും. സനാതനധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനുള്ള നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നൊക്കെ പ്രസംഗിച്ചു തുടങ്ങിയ പിണറായി വിജയൻ സനാതനധർമ്മത്തിന്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നും ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവായിരുന്നില്ലെന്നും വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചും മറികടന്നും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മമെന്നുമൊക്കെയാണ് പിന്നീട് പറഞ്ഞത്. മതാതീതമായ മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചതെന്നും അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂട്ടിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാകുമെന്നുമൊക്കെ തുടർന്ന് പിണറായി പറഞ്ഞു. ഗുരുദർശനത്തിന്റെ അടിത്തറ സനാതനധർമ്മമാണെന്ന് കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസംഗിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിണറായിയുടെ വിമർശനം. പിന്നീട് പിണറായി പറഞ്ഞത് ഇങ്ങനെ: ഇടയ്ക്കിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമൊക്കെയായിരുന്നു ഗുരുവിൻ്റെ സന്യാസ ജീവിതം. ജാഗ്രതയുണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകും. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ മതനേതാവായോ മതസന്യാസിയായോ കാണിക്കാനുള്ള ശ്രമം തിരിച്ചറിയണം. ഇങ്ങനെ പറഞ്ഞ പിണറായി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരു എങ്ങനെ മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകുമെന്നും ചോദിച്ചു. തെക്കൻ കേരളത്തിലെ ഈഴവരും വടക്കൻ കേരളത്തിലെ തീയരുമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അവരൊന്ന് മാറ്റി ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ കേരളത്തിലെ കമ്മ്യൂണിസം. നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പലരും ഈഴവ സമുദായത്തിലുള്ളവരോ തീയ സമുദായത്തിലുള്ളവരോ ആണ്. ഈ പറഞ്ഞ പിണറായി വിജയൻ അടക്കം VS അച്യുതാനന്ദനും KR ഗൗരിയമ്മയും VN വാസവനും V ജോയിയും മുകേഷും കടകംപള്ളി സുരേന്ദ്രനും പട്ടിക അങ്ങനെ നീളുകയാണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലെ മരണവീട്ടിൽ ദൈവദശകം ചൊല്ലുന്നതിന് വിലക്കേർപ്പെടുത്തിയവരാണ് ഈ CPMകാർ. സമുദായാംഗങ്ങളുടെ കുടുംബങ്ങളിലെ ചടങ്ങുകളിലും SNDP ശാഖകളിലുമൊക്കെ പ്രവർത്തകർ സജീവമായി ഇടപെടണമെന്ന പാർട്ടി നിർദ്ദേശം വന്നത് ഈയിടയ്ക്കാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലടക്കം ഇടതുപക്ഷം തോറ്റു തുന്നമ്പാടിയത് ഈഴവ സമുദായത്തിലെ വോട്ടുകൾ ചോർന്നതുകൊണ്ടാണെന്നും അങ്ങനെ ചോർന്ന വോട്ടുകളെല്ലാം BJPയിലേക്ക് പോയെന്നുമാണ് പാർട്ടി വിലയിരുത്തിയത് അന്ന്. ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കേണ്ടത് CPMന്റെ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ആരോ എഴുതിക്കൊടുത്ത വാറോല പിണറായി വിജയൻ ഒരക്ഷരം വിഴുങ്ങാതെ വായിച്ചതും. ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരി പ്രവേശിക്കണമെന്ന നിബന്ധനയിൽ കാലാനുസൃതമായ മാറ്റം വരണമെന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായത്തെയും പിണറായി പിന്തുണച്ചു. എന്തായാലും പിണറായി വിജയന് അതേ വേദിയിൽ വെച്ചു തന്നെ മറുപടി കൊടുത്ത SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. ശ്രീനാരായണ ഗുരു ആരാധനമൂർത്തിയാണെന്നും അതിനെ വിമർശിക്കുന്നവരുണ്ടാകാമെന്നും സനാതനധർമ്മമനുസരിച്ച് എന്തിനും ഏതിലും ദൈവമുണ്ടെന്നുമാണ് വെള്ളാപ്പള്ളി തുറന്നടിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശിവഗിരിയുടെ പുണ്യഭൂമിയെയും സനാതന വിശ്വാസികളെയും അവഹേളിക്കാനുള്ളതാക്കി മാറ്റിയെന്നും സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകളുടെ തുടർച്ചയാണ് പിണറായി വിജയന്റേതെന്നും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും തുറന്നടിച്ചു. മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞ രീതിയിൽ പരിശുദ്ധ ഖുർആനെ വിമർശിക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച മുരളീധരൻ സനാതനധർമ്മം ഒരു മതമല്ലെന്ന് പിണറായി മനസ്സിലാക്കണമെന്നും അറിവുള്ളവർ അഭിപ്രായം പറയട്ടെ എന്നും പറഞ്ഞു. അതുതന്നെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. ഭക്തിയും മതവും വിശ്വാസവും ഒന്നും പിണറായി വിജയനോ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിനോ ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും ഇവരെ സംബന്ധിക്കുന്ന വിഷയവുമല്ല. ശിവഗിരി പോലൊരു പുണ്യഭൂമിയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ ഒരാളെ ക്ഷണിച്ചു വരുത്തുന്നത് അത് എത്ര വലിയവനായാലും അത് വിശ്വാസങ്ങളെയും ഗുരുവിനെയും ആചാരങ്ങളെയും സമുദായത്തെയും ഒന്നും അവഹേളിക്കാനാകരുത് എന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.